ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിലാണ്, ഒട്ടും തന്നെ കെമിക്കലുകളൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നര എന്ന് പറയുന്നത്. ഇത് വളരെ ചെറുപ്പം മുതലേ തന്നെ എല്ലാവരിലും കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുക, താരം വരിക, ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഒട്ടും മുടിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയെല്ലാം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ ഒരു റെമഡി നമ്മൾ ഒരൊറ്റ പ്രാവശ്യം തന്നെ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് അലോവേറയാണ്. അപ്പോൾ അലോവേറയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് ഗുണം ഉള്ളതാണ് നമ്മുടെ മുടിക്ക്. അത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കറകളൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ചെറിയ പീസുകളാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു മുള്ളുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് വളർന്നു വരാൻ, മുടി നന്നായിട്ട് കറക്കാൻ വേണ്ടിയിട്ട്, നല്ല തിളക്കത്തോടെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേറ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പൾപ്പൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്താൽ തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയിലയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പനിക്കൂർക്കയിലയൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പനിക്കൂർക്കയില. അപ്പോൾ ചിലർക്കൊക്കെ ഇതേപോലെയുള്ള റെമഡികളൊക്കെ, നാച്ചുറലായിട്ടുള്ള റെമഡികളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നീരിറക്കമോ ജലദോഷമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പനിക്കൂർക്കയില നമുക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് വളരാൻ, മുടിക്ക് പെട്ടെന്ന് ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട്, താരം പോകാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ആകാല നിറം മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു സവോളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര തന്നെ മതിയാകും. ഇപ്പോൾ വലിയ സവോളയൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ നമുക്ക് എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് മുടി കറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ നരയൊക്കെ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേ തന്നെ നമ്മൾ ഈ ഒരു സവോളയുടെയോ അല്ലെങ്കിൽ ഉള്ളിയുടെയോ ഒക്കെ ഒരു നീരെടുത്തിട്ട് ആ ഒരു നര വരുന്ന ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടികളിലൊക്കെ കാണുന്ന ആ ഒരു നരയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സവോളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 5-8 എടുത്താൽ മതിയാവും. അപ്പോൾ ഈ നെറ്റിയുടെ സൈഡിലൂടെയൊക്കെ വരുന്ന ആ ഒരു നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു നീര് മാത്രം എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു നര നമുക്ക് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയ പീസുകളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. ഞാനൊരു 10-12 ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതാണ്. അപ്പോൾ കുറച്ച് വലുതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 5-8 നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതും ഒരുപാട് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടിക്ക് പെട്ടെന്ന് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നര മാറാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മാറാൻ വേണ്ടിയിട്ട്, ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക്, ചെറിയ കുരുക്കളൊക്കെ തലയിൽ ഉള്ളവർക്ക് അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഗ്രാമ്പു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കീഴാർനെല്ലിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കീഴാർനെല്ലിക്ക കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾക്ക് പോലും ഉള്ള നല്ലൊരു ഒറ്റമൂലിയാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയും വേരും അതുപോലെ തന്നെ തണ്ട്, ഇതെല്ലാം തന്നെ ഒരുപാട് ഒരേപോലെ ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒട്ടും തന്നെ കാശ് ചിലവില്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളമായിട്ട് വെറുതെ വളർന്നു വരുന്നതാണ്. അതുപോലെ തന്നെ ചെടിച്ചട്ടികളിലൊക്കെ ഇത് ധാരാളമായിട്ട് വളർന്നു വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും അറിയാത്ത കാരണം പലരും ഒരുപക്ഷെ ഇതൊക്കെ പറിച്ച് കളയുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയൊക്കെ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറിയിട്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുടിക്ക് ഉള്ളില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളു വെച്ചിട്ട് നല്ല നീളത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തണ്ടെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള തണ്ടാണ് കേട്ടോ, ഒരു ബലം ഉറപ്പുള്ള തണ്ടാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള
തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഇളം തണ്ടും അതുപോലെ തന്നെ ഈ ഇലകളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ച ഉടനെയുള്ള ആ ഒരു തേങ്ങ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതോ 2 ദിവസം കഴിഞ്ഞതൊക്കെ ആയിട്ടുള്ളതൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് നല്ല പാലോട് കൂടി കിട്ടുന്ന നല്ല തേങ്ങയായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല, പച്ചവെള്ളം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കാൻ പോണേ. മാത്രമല്ല നമുക്ക് ഇത് ആദ്യം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലുള്ള ഒരു അലോവേറയുടെയും അതുപോലെ തന്നെ പനിക്കൂർക്കലയുടെയും സവോളയുടെയും നമ്മുടെ ഈ ഒരു ഇലയുടെയും ഒക്കെ തന്നെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാമ്പുമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഗ്രാമ്പുമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതേപോലെ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും, നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നല്ലൊരു കട്ടിയുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടി നന്നായിട്ട് വളർന്നു വരാനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, താരം പോകാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് അരച്ച് എടുക്കാം. എന്നിട്ട് വീണ്ടും വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ നമുക്കിത് ലൂസാക്കിയിട്ട് എടുക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് പുളിപ്പിച്ചെടുത്തിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സ്കാൽപ്പിനൊക്കെ നല്ലൊരു ഹെൽത്തൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഉള്ളത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും തേക്കേണ്ട കാര്യമില്ല. നമ്മളിത് മുടിയിലെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതുതായിട്ട് വളർന്നു വരുന്ന മുടികളൊക്കെ നല്ല കറുപ്പ് കളറിൽ വളർന്നു വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ചെറിയ നരകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പ് കളറിലേക്ക് വരാനായിട്ട് തുടങ്ങും. നെറ്റിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന ആ നരകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതുപോലെ തന്നെ ബ്രൗൺ കളറിലായിരിക്കുന്ന മുടികളെല്ലാം ഇതിൻ്റെ ഒരു ഉപയോഗം കാരണം പെട്ടെന്ന് തന്നെ കറുപ്പ് കളർ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നമ്മളിതൊരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു 100% റിസൾട്ട് നമുക്ക് ആ ഒരു സമയത്താണ് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകി കളയാണ് വേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നരച്ച മുടി കറുപ്പിക്കുന്ന ഒരു ഡൈ അല്ല. ഇത് നമുക്ക് അകാലനര തടയാൻ വേണ്ടിയിട്ട്, ചെറിയ നരകളൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്, മുടിക്ക് ഉള്ളു വെക്കാൻ, മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഉള്ള നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.